കോഴിക്കോടേക്കാണ്. കോഴിക്കോട് നഗരത്തിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയിരിക്കുകയാണ്. മലാപ്പറമ്പ് കാരപ്പറമ്പ് ഫ്ലോറിക്കൽ റോഡിൽ ആണ് ഈ പൈപ്പ് പൊട്ടിയത്. 3 വീടുകളിൽ വെള്ളം കയറി. റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. പ്രദേശത്ത് കുടിവെള്ള വിതരണം 2 ദിവസം മുടങ്ങും എന്നതാണ് വിവരം. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, കുടിവെള്ള പൈപ്പ് പൊട്ടി എന്ന് പറയുമ്പോൾ വലിയ പ്രഷറിൽ ആയിരിക്കും വെള്ളം പുറത്തേക്ക് വരിക. ഇത് പരിസരത്തെ വീടുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സൃഷ്ടിച്ചിട്ടുണ്ടോ? വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? കോഴിക്കോട് നഗരത്തിൽ ആണ് ഈ കുടിവെള്ള പൈപ്പ് പൊട്ടിയിട്ടുള്ളത്. മലപ്പറമ്പ് കാരപ്പറമ്പ് ഫ്ലോറിക്കൽ റോഡിൽ ആണ് പൈപ്പ് പൊട്ടിയത്. വലിയ ഗർത്തം നമുക്ക് റോഡിൽ രൂപപ്പെട്ടു എന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ പ്രഷറിൽ ആയിരിക്കും ഈ പൈപ്പ് പൊട്ടുമ്പോൾ വെള്ളം പുറത്തേക്ക് വരിക. അതുകൊണ്ട് തന്നെ സമീപ പ്രദേശത്തുള്ള വീടുകളിലടക്കം വെള്ളം കയറി എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരം. അത് ഗതാഗത തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരണം. മാത്രവുമല്ല, ഇങ്ങനെ അപകടമുണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഈ റോഡ് കൂടുതൽ ഇടിഞ്ഞ് താഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്നാണിത്. MS അനീഷ് കുമാറുണ്ട് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, വീടുകളിലടക്കം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഉദ്യോഗസ്ഥ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം എന്നാണ് മനസ്സിലാക്കുന്നത്? അഭിലാഷ്, കോഴിക്കോട് നഗരത്തിൽ മലാപ്പറമ്പ് കാരപ്പറമ്പ് ഫ്ലോറിക്കൽ റോഡിലാണ് ഇത്തരത്തിൽ ഒരു പൈപ്പ് പൊട്ടി അപകടമുണ്ടായിരിക്കുന്നത്. നമുക്ക് കാണാം, വലിയ കുടിവെള്ള പൈപ്പാണ്. അതായത് മലാപ്പറമ്പ് നിന്നും സപ്ലൈ ചെയിനിലേക്ക് എത്തിക്കുന്ന വലിയ പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത്. ഒപ്പം റോഡിൽ വലിയ ഒരു ഗർത്തവും കാഴ്ച കാണാം. റോഡിന്റെ ഒരു വശം പൂർണ്ണമായും പൊങ്ങിയിരിക്കുന്നു. റോഡിന്റെ വശത്തെ കോൺക്രീറ്റ് സ്ലാബുകളും ഉയരത്തിലേക്ക് ആ റോഡ് പൊങ്ങിയിരിക്കുന്ന കാഴ്ചയും കാണാം. ഒപ്പം സമീപത്ത് തന്നെയുള്ള നിരവധി വീടുകളിൽ വെള്ളവും ചെളിയും കയറി വീട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഈ പൈപ്പ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും ആ വാൽവുമായി ബന്ധപ്പെട്ട എന്തായാലും പ്രദേശവാസികൾ ഈ വീടിന്റെ അതൊരു ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. എന്തായാലും അനീഷ്, പരിസരവാസികളുടെ അടക്കമുള്ള പ്രതികരണങ്ങളാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാകുമെന്നതിൽ സംശയമൊന്നുമില്ല. വീടുകളിലേക്ക് വെള്ളം കയറി. എന്തായാലും അങ്ങനെ ഒരു അപകടമൊന്നും വീട്ടുകാർ പ്രതീക്ഷിക്കുന്ന ഒന്നല്ല. ഇങ്ങനെ വളരെ പെട്ടെന്ന് അവർ ഒരു പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാകാം. പലപ്പോഴും ഈ പൈപ്പ് ഇങ്ങനെ പൊട്ടുമ്പോൾ വലിയ തോതിൽ വെള്ളം ഇങ്ങനെ ഉയരത്തിൽ മുകളിലേക്ക് പ്രഷറിൽ പതിക്കുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ വീടുകൾക്ക് വലിയ കേടുപാടുകൾ സംഭവിക്കാറുണ്ട്. ഇതിപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ അത് വലിയ ആശ്വാസകരമാണ്. റോഡ് ഭാഗികമായി ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതിലെ ഗതാഗതം നിരോധിച്ചോ എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. അപകട സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും. ചെറിയ വാഹനങ്ങളാണ് എങ്കിൽ പോലും സൂക്ഷിച്ച് കടന്നു പോകേണ്ട സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പല ലെയറുകളിലായുള്ള ടാറിട്ട ഒരു റോഡാണ്. അങ്ങനെയുള്ള റോഡാണ് ഇടിഞ്ഞ് താഴ്ന്നിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം പ്രഷറിൽ ആയിരിക്കും ഈ വെള്ളം കടന്നു പോകുന്നത് എന്നും എങ്ങനെയാണിത് പുറത്തേക്ക് വന്നത് എന്നതുമൊക്കെ പ്രേക്ഷകർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പരിസരത്ത് അല്പം ചെളിയും മണ്ണുമൊക്കെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഒപ്പം ഈ ടാറിൻ്റെ ഭാഗം തന്നെ പൊട്ടിപ്പൊളിഞ്ഞതിൻ്റെ കല്ലുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഒഴുകി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പൈപ്പ് പൊട്ടിയതോടുകൂടി പമ്പിങ് നിർത്തിയിട്ടുണ്ടാകും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. അനീഷ് തുടരുന്നുണ്ട്. എന്താണ് നാട്ടുകാർ പറയുന്നത് അനീഷ്? ചേട്ടാ, എന്താണ് സംഭവിച്ചത്? ഇതിവിടെ പൈപ്പ് പൊട്ടിയതാണ്. വലിയൊരു ഗർത്തം കണ്ടില്ലേ? ഇതിവിടുന്ന് വെള്ളം ചളി ഒഴുകി ഇവിടെ 2-3 വീടുകളിലൊക്കെ വെള്ളം കയറി. അതിൻ്റെ ഫോഴ്സിൽ അവിടെ ഒരു മതിലിടിഞ്ഞ് വീണ് ചളിയും വെള്ളം മുറ്റെന്നറിയാം. ചെരുപ്പുകളൊക്കെ ഒലിച്ചു പോയി. വീടിനകത്ത് വെള്ളം കയറി.
ചളിയാണ്, വണ്ടിയിനകത്ത് കയറി. ഇവിടെ ഇത്രയും മണ്ണാണ്. ഇനി ഇതൊക്കെ നീക്കാതെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അതാണത്തെ അവസ്ഥയാണ്. ചെരുപ്പില്ലാത്തതുകൊണ്ട് നടക്കാനും പറ്റില്ല. അത്രയും ചെരുപ്പുകളൊക്കെ പോയി. അതാണ് അവസ്ഥ ഇപ്പോഴത്തെ. ഇവിടെ വീടിനകത്ത് വെള്ളം കയറി, വീടിനകത്ത് ബാത്റൂമിലെ കയറി, അപ്പുറത്തെ വീടിനകത്ത് കയറി, വീടിന്റെ സ്റ്റെപ്പ് വരെ കയറിയത്. എന്തോ രക്ഷപ്പെട്ടു പോയതാ ഭാഗ്യത്തെ ഞങ്ങൾ. ബാക്കി അപ്പുറത്ത് മൂന്നാമത്തെ വീട്ടിൽ കയറി വെള്ളം കുറച്ച്. ഇപ്പൊ ഈ റോഡും ഓരോ അപകടാവസ്ഥയല്ലേ കാര്യം. മണ്ണ് മുഴുവൻ ഒലിച്ചു പോയിട്ടുണ്ട്. ഇതിന്റെ ഫോഴ്സ് കൊണ്ടാണ് റോഡ് പൊന്തി. ഇത് ഈ സ്ലാബായിരുന്നു പൊന്തിയിട്ടില്ല. ഇപ്പൊ റോഡ് പൊന്തിപ്പോയി ആ ഫോഴ്സ് കൊണ്ട്. ഇതിനുള്ളിലെ മണ്ണ് മുഴുവനാണ് ഈ പുറത്തേ കിടക്കുന്നത്. ഇനി ഇതിലെ വാഹനങ്ങൾ ഓടാൻ പറ്റില്ല, കാരണം ഇത് താന്നു പോകും. ഇതിന് ഉള്ളിൽ മണ്ണില്ല. ഇത് ഫുള്ള് പുതുക്കി പണിയണം ഈ റോഡ്, എന്നാലേ ഇത് നന്നാവുള്ളൂ, ശരിയാവുള്ളൂ. ഇതിനു മുമ്പ് ഇങ്ങനെ പൈപ്പ് പൊട്ടൽ വല്ലതും ഉണ്ട്? സ്ഥിരം പരിപാടിയാണ്. മാസത്തിൽ 2 മാസം കൂടുമ്പോൾ പൈപ്പ് പൊട്ടലിന് ഓരോരോ പാച്ച് വർക്ക് കണ്ടാൽ അറിയാം. റോഡിലെ പാച്ച് വർക്ക് കണ്ടാൽ അറിയാം. പൈപ്പ് പൊട്ടുന്ന പരിപാടി മനസ്സിലായിട്ട്. എങ്ങനെയാണ് അറിഞ്ഞത് ഈ ബഹളം കേട്ടപ്പം? ഞാൻ ഇവിടെ അടുത്തല്ല, പക്ഷെ ഇവനാണ് എൻ്റെ വീട്ടിലുള്ളത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പൊട്ടുന്നത്. ഇപ്പം ലാറ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയാത്തത്. അല്ലെങ്കിൽ ഇങ്ങനെ മുഴച്ച് കിടക്കുകയും കുഴിയായിട്ട് മുഴച്ചിട്ടും. അപ്പം അടുത്താണ് ഇത് ലാറ് പാച്ച് വർക്ക് ചെയ്ത് ശരിയാക്കി വെച്ചത്. പക്ഷെ അതിന് തൊട്ടു പിന്നാലെ പൊട്ടുകയും ചെയ്തു. പൊട്ടുകയും ചെയ്തു. അഭിലാഷ്, ഇതാണ് നമുക്ക് കാണാം. ഈ റോഡിന്റെ ഒരു വശത്ത് ചേർന്നിട്ട് വലിയ ഒരു ഗർത്തം, ഏതാണ്ട് ഒരാൾക്ക് ഇറങ്ങാൻ കഴിയുന്ന ആഴത്തിലുള്ള ഒരു ഗർത്തം വഴിയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ കോൺക്രീറ്റ് സ്ലാബുകൾ പൂർണ്ണമായും അടർന്ന് താഴേക്ക് വീഴുന്ന സാഹചര്യം. ഒപ്പം ആ റോഡിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും ടാറിങ്ങിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും ഏതാണ്ട് അടർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വെള്ളം കൂടുതലായി ഒലിച്ച് വന്നപ്പോഴാണ് ആ പൊട്ടലുണ്ടായത്. എന്തായാലും ഈ റോഡ്, ഈ ഭാഗം പൂർണ്ണമായും ഉപയോഗശൂന്യമായിരിക്കുന്ന കാഴ്ചയാണ്. അടുത്ത കാലത്താണ് ടാറിംഗ് ഒക്കെ ചെയ്ത് ഒരു നല്ല റോഡാക്കി അത് മാറ്റിയത്. പക്ഷേ അത് പൂർണ്ണമായും ഉപയോഗശൂന്യമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഈ മേഖലയിൽ പതിവായി ഇത്തരത്തിലുള്ള ഒരു പൈപ്പ് പൊട്ടൽ ഉണ്ടാവാറുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെ സംസാരിച്ച അദ്ദേഹത്തിന്റെ വീട്ടിലേക്കും മറ്റുമൊക്കെ പൂർണ്ണമായും വെള്ളം കയറി. വലിയ നാശനഷ്ടം ഉണ്ടായില്ല എങ്കിൽ പോലും മുറ്റത്ത് മുഴുവൻ വെള്ളം കിടക്കുന്ന ഒരവസ്ഥ. ഇത് എപ്പോഴായിരുന്നു ചേട്ടാ ഉണ്ടായത്? 2 മണി സമയത്താണ്. പുലർച്ചെ 2 മണി സമയത്താണ് ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ട് നേരിട്ടത് എന്നാണ് ഇപ്പോൾ ഈ പരിസരവാസികളൊക്കെ പറയുന്നത്. വീടുകൾക്ക് ഉള്ളിലേക്ക് വെള്ളം കയറിയതോടുകൂടി ആളുകൾ വലിയ ബുദ്ധിമുട്ടും നേരിട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വരും വാർത്തകളിൽ നമുക്ക് ഈ അപകടം എന്ന് പറയുമ്പോൾ അത് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ നമുക്ക് പങ്കുവയ്ക്കാം.